ഈ സ്പാ സെന്ററുകളിൽ ഗുണ്ടാ സംഘങ്ങൾ നടത്തുന്ന അതിക്രമങ്ങൾ അത് പോലീസിന്റെ മൗന സമ്മതത്തോടു കൂടിയാണ്. ഗുണ്ടാപിരിവ് പോലീസിന്റെ കഥയാണെന്നും പിന്നിൽ കൊട്ടേഷനാണെന്നും തിരുവല്ലയിലെ സ്പാ ഉടമ. കേസിൽ പോലീസിനുള്ളിലും ആഭ്യന്തര അന്വേഷണം. ഫെബ്രുവരി 1 വൈകുന്നേരം ഏതാണ്ട് 3:30 കൂടിയാണ് 7-അംഗ ഗുണ്ടാ സംഘം തിരുവല്ലയിലെ ആ സ്പായിൽ അതിക്രമിച്ചു കയറി ആ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത്. പണം നൽകാതായതോടെ സംഘം കഴുത്തിൽ കത്തിവെച്ച് ആ ജീവനക്കാരെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു. ഈ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് നഗരമധ്യത്തിൽ നടന്ന ഒരു ക്രൂര ബലാത്സംഗത്തിന്റെ കഥ പുറം ലോകം അറിയുന്നത്. ഒരുപാട് അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ ആരോപണ കഥകളും ഈ ബലാത്സംഗത്തിന്റെ വാർത്ത പുറത്തു വന്നതോടുകൂടി ഉയരുന്നുണ്ട്. പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നാണ് ആ സ്പായുടെ ഉടമ ആരോപിക്കുന്നത്. പല സ്പാകളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി ലഭിക്കുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണവും പരക്കെ ഉയരുന്നു. തിരുവല്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ജീവനക്കാർ, DYSP ഓഫീസിലെ ഉദ്യോഗസ്ഥർ, മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കൊക്കെ സ്പാകളിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ട് എന്നാണ് ആരോപണമായി തോന്നുന്നത്. എന്നാൽ ഈ ആരോപണം തള്ളുകയാണ് ജില്ലാ പോലീസ് മേധാവി ആനന്ദ്. ഇത്തരം ബന്ധമുള്ള പോലീസുകാർ അവർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരം പോലീസുകാർക്കെതിരെ നേരത്തെ തന്നെ നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് പത്തനംതിട്ട SP ആനന്ദ് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ഇതിനായിട്ട് ഇങ്ങനെയൊക്കെ ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ അവർക്കെതിരായിട്ട് ശക്തമായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണം നടപടി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ അടക്കം ഉള്ളതാണ്. 1 മാസം മുൻപ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സംഭവത്തിൽ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. SHO അടക്കമുള്ള ടീം ആക്ടഡ് വെൽ. നല്ല ഇനി അന്വേഷണം നല്ല രീതിയിൽ പോകും. നമ്മൾ സമയബന്ധിതമായിട്ട് അന്വേഷണം പൂർത്തിയായി ചാർജ് കൊടുക്കും. അതുമാത്രമല്ല, ഈ പ്രതിക്കെതിരായിട്ടുള്ള കരുതൽ തടങ്ങളും ഞങ്ങൾ ശക്തമായിട്ട് ചെയ്യും. പ്രതി പുറത്തു വരാത്ത രീതിയിലുള്ള എല്ലാ മുൻകരുതൽ നടപടികളും പോലീസിന്റെ ഭാഗത്തിൽ സ്ട്രോങ് ആയിട്ടുണ്ടാകും. ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അപ്പോൾ തന്നെ ഞങ്ങൾ നടപടികൾ എടുക്കാറുണ്ട്. മുൻപുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവവുമായിട്ട് അന്വേഷണം നല്ല രീതിയിലാണ് പോകുന്നതാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും എനിത്തിങ് നമ്മൾ കണ്ടെത്തിയാൽ, നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി വിൽ ടേക്ക് നെസസറി ആക്ഷൻ. ലൈസൻസ് ഇല്ലാത്തതും അസാൻമാർഗിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതുമായ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനായിട്ടാണ് ഈ പണം മാസപ്പടി എന്ന മട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നത് എന്നാണ് മറ്റുള്ള ആളുകൾ ആരോപണം ഉന്നയിക്കുന്നത്. നഗരമധ്യത്തിൽ ആക്രമണം നടന്നിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയത് ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കൊണ്ടാണെന്നാണ് ആക്രമണം നടന്ന സ്പായിലെ ഉടമസ്ഥന്റെ ആരോപണം. പക്ഷേ പോലീസ് അത് ഖണ്ഡിക്കുന്നു. കാരണം വീഴ്ച പറ്റിയിട്ടില്ല. കാരണം അവിടെ പരാതി കിട്ടാതെ തന്നെ പോലീസ് അവിടെ കേസെടുത്തു. പോലീസിന് ഒരു രഹസ്യ വിവരം കിട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനത്തിൽ പോയി ആ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴിയെടുത്ത് ആ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് കേസെടുത്തതെന്ന് SP വിശദീകരിക്കുന്നത്. ആക്ച്വലി സംഭവം നമുക്ക് പരാതി വരും മുൻപ് തന്നെ നമുക്ക് കിട്ടിയ വിവരമാണ്, രഹസ്യ വിവരമാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കിട്ടിയ വിവരമാണ്. അതിൻ്റെ ബേസിസിൽ നമുക്ക് വിവരം കിട്ടി. അപ്പോൾ ഇമ്മീഡിയറ്റ് SHO തിരുവല്ലക്ക് നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം സ്പാട്ടെത്തി, സംഭവ സ്ഥലത്തെത്തി, അവിടെയുള്ള CCTV പരിശോധിച്ച് അവിടെയുള്ള വ്യക്തിയുടെ ജീവനക്കാരുടെ സംസാരിച്ച് നടന്ന സംഭവം മനസ്സിലായി. അപ്പോൾ തന്നെ മൊഴിയെടുത്ത് അണ്ട് കേസെടുത്ത്, അതുമാത്രമല്ല ആ സ്പാട്ടിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രധാന പ്രതിയായ സുബിൻ അലക്സാണ്ടർ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് നടപടികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായിട്ട് ടൈംലി ആക്ഷൻ പോലീസിന്റെ ഭാഗത്തിൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. പ്രതിയും കൂടി, രണ്ടാമത് ഒരു പ്രതി, അയാളുടെ സഹപ്രവർത്തകരായിട്ട് ഉണ്ടായ ബിർലിൻ ദാസിനെ പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതികളെ പിടിക്കാനുള്ള ഞങ്ങൾ 3-അംഗ സംഘം അവിടെ ഉണ്ട്. തിരുവല്ല DSP സൂപ്പർവൈസറുണ്ട്, ഞാനും മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര പെട്ടെന്ന് പിടിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നു. ഈ സംഭവം 1-ാം തീയതി ഇത് സംഭവിച്ചതാണ്. പക്ഷേ ഇത് പരാതികളോ യാതൊന്നോ നമുക്ക് അവർ കൊടുത്തിട്ടില്ല. നമുക്ക് അടുത്ത 2-ാം തീയതിയാണ് നമുക്ക് ഇതിനായിട്ടുള്ള വിവരം നമ്മളെ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നതാണ്. ആ ഉദ്യോഗസ്ഥർ കിട്ടുന്ന മുറകെ തന്നെ നേരിട്ട് എനിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് DSP വിവരം കൈമാറി. അപ്പോൾ തന്നെ നമ്മൾ തിരുവല്ല SHO ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യും.
ടൈംലി ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഇൻഫാക്ട് വിക്ടിമിക്ക് വേണ്ടിയുള്ള എല്ലാ നിയമസഹായമോ ഡെൽസായിട്ട് ബന്ധപ്പെട്ട് അവർക്കായിട്ട് ലീഗലി ഉള്ള സഹായങ്ങൾ, അവർക്കുള്ള സപ്പോർട്ട്, കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിൽ നിന്ന് ഭാഗത്തിൽ നിന്ന് നല്ല രീതിയിൽ അത് ഉണ്ടാകും. സംഭവം അത് കൊട്ടേഷനാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ ആ സ്പാ ഉടമ പറയുന്നത് കൊട്ടേഷനാണെന്നാണ്. എന്തായാലും സ്പാ ഉടമയിൽ നിന്നും മൊഴിയെടുത്തു. മൊഴികളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. സ്പാ ഉടമ പറഞ്ഞ കൊട്ടേഷൻ സാധ്യത അത് അന്വേഷിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. പണം ചോദിച്ചു വന്നതാണ് അവർ. ബാക്കി കാര്യങ്ങൾ അത് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക എന്നുകൂടി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ആ ഉടമയെ തന്നെ നമ്മൾ മൊഴി എടുത്തിട്ടുണ്ട്. തിരുവല്ല DSP അദ്ദേഹത്തിന് മൊഴി എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ അന്വേഷിക്കാം. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ അന്വേഷിച്ച് അതിൽ നിങ്ങൾ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ എടുത്തിട്ട് അത് അറിയിക്കാം. നമ്മൾ പ്രിലിമിനറി ആയിട്ട് നമ്മൾ ഇതുവരെ അന്വേഷിച്ചതിൽ ഇതുവരെ കിട്ടിയതിൽ ഇവർ പണം ചോദിച്ചാണ് വന്നതാണ്. അപ്പോൾ ആ പണം ചോദിച്ചു കൊടുക്കാത്തതിലാണ് ഇങ്ങനെ ഒരു ക്രൂരമായിട്ട് മർദ്ദിക്കാനോ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ വിക്ടിമായിട്ടും അതേപോലെ ഉടമസ്ഥനായിട്ടുള്ള മൊഴി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണം നടത്താം. ഇതിൽ വേറെ എന്തെങ്കിലും മോട്ടീവോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള സ്ട്രോങ് ആക്ഷൻ വിൽ ടേക്ക് ആൻഡ് വിൽ ടേക്ക് കാപ്പ പ്രപ്പോസൽ ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തെ വീണ്ടും കരുതൽ തലങ്ങളിലാക്കാനോ, അതേപോലെ ഈ കേസിന് ഞങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പീരീഡിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി ഞങ്ങൾ ചാർജ് കൊടുത്ത് ഈ ജുഡീഷ്യൽ ട്രയൽ അടക്കം ചെയ്യാനുള്ള നടപടികൾ നിങ്ങൾ ചെയ്യുകയോ ഉറപ്പായിട്ടുള്ള ശിക്ഷ കിട്ടാനുള്ള കാര്യങ്ങളടക്കം നിങ്ങൾ ചെയ്യും. കാപ്പ ഉൾപ്പെടെ വീണ്ടും ചുമത്തി പുറത്തിറങ്ങാത്ത മട്ടിലാക്കുമെന്നാണ് പറയുന്നത് മരണം സുബിനെ. എന്താണെങ്കിലും 6 പ്രതികളാണ് ആ കേസിലുള്ളത്. പക്ഷെ അതിൽ 2 പേരെയാണ് ആകെ അറസ്റ്റ് ചെയ്തത്. പ്രധാന പ്രതിയായിട്ടുള്ള സുബിൻ അലക്സാണ്ടറിനെയും ഒപ്പം 2ാം പ്രതിയായിട്ടുള്ള ബെർലിൻ ദാസിനെയും. ബാക്കി പ്രതികൾ ഇതുവരെയും പിടിയിലായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? എന്താണെങ്കിലും ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സ്പാകളിൽ നടക്കുന്നത്, അവിടെ സംഭവിക്കുന്ന ഇത്തരം ഗുണ്ടാപ്പിരികളുണ്ടെങ്കിൽ ഇതൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ മൗന സമ്മതം? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.